കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉച്ചയ്ക്ക് മുടങ്ങിയ കുടിവെള്ള വിതരണം ഇതുവരെ പുനഃസ്ഥാപിച്ചില്ല. ഇതോടെ രോഗികൾ കടുത്ത ദുരിതത്തിലാണ്. ടാങ്കർ വെള്ളത്തിനായി കൂട്ടിരിപ്പുകാരുടെ നീണ്ട നിരയാണ്. ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, എന്താണ് ഇതുവരെയും പ്രശ്നം പരിഹരിക്കാത്തത്? നിലവിൽ 2 ദിവസമാവുന്നു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളം മുടങ്ങിയിട്ട് കൂട്ടിരിപ്പുകാരും രോഗികളും സർജറി കഴിഞ്ഞ ആളുകളൊക്കെ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇവർക്ക് ഇപ്പോൾ ഈ ടാങ്കറിൽ കാണുന്ന വെള്ളം എത്തിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എവിടെയും എത്താത്ത സാഹചര്യമാണ്. ഇന്നിപ്പോൾ 2 തവണയാണ് ഇവിടെ ടാങ്കറിൽ വെള്ളം എത്തിച്ചിട്ടുള്ളത്. ആളുകൾക്ക് ഒരു ബക്കറ്റിൽ വെള്ളം കിട്ടിയാൽ ഒന്നും ആവില്ല എന്നാണ് ഇവർ പറയുന്നത്. മണിക്കൂറുകളോളം രാവിലെ 8 മണിക്കാണ് ആദ്യം വെള്ളം എത്തിയത്. അതിനുശേഷം ഇപ്പോൾ വെള്ളം എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിൽ, അതായത് ഒരു ടാങ്കർ ലോറിയെ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഇവിടുത്തെ ഇവിടെ വെള്ളം ഇഷ്ടംപോലെ ടാങ്കർ ലോറിയിൽ വന്നുകൊണ്ടിരിക്കുക. ഈ രോഗികൾ മുഴുവനും പറയുന്നത് നിങ്ങൾക്കെതിരാണ്. അത് എപ്പോഴും രോഗികൾക്ക് എന്താ എതിരില്ലാത്ത കാരണം ഇവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ. ഈ രോഗം നിങ്ങൾക്ക് ഇന്ന് പ്രയാസമൊന്നും 2 വട്ടം വന്ന് വെള്ളം കിട്ടിയില്ല. 2 വട്ടം വന്ന് വെള്ളം തീർന്നു പോയി. ഈ ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവർ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇത് എപ്പോഴും സംഭവിക്കുന്നത്. നമ്മളിവിടെ ഉള്ളത് രോഗികളാണ്. നമുക്ക് രോഗികൾക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ എന്താ എതിർപ്പാണെന്നുള്ളതല്ല, രോഗികൾ ആവശ്യം അതാണ് തീർത്തു കൊടുക്കുക. ഇത് ബാത്റൂം പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് വരുന്നത്. നമുക്ക് ഇവിടെ ഞാനിപ്പോ മൈക്കും ക്യാമറ ഇല്ലാണ്ട് ആ വാർഡിലേക്ക് വന്നു. നമുക്ക് അങ്ങോട്ട് മണത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. ഇതിങ്ങനെ ആളുകള് ഇത് അങ്ങനെ തന്നെയല്ലേ? ഇവിടെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണ് ചേച്ചി? എപ്പോഴാണ് നിങ്ങൾക്ക് നേരത്തെ വെള്ളം വന്നത്? ഇതിന് മുമ്പ് എപ്പോഴാണ് വെള്ളം വന്നത്? രാവിലെ 8 മണിക്ക് വന്നതാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു ടാങ്കർ വെള്ളം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെ 8 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മോട് സംസാരിച്ച ഒരാൾ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഇവിടെ ഞാൻ പറയുന്നത് എന്താ, പ്രശ്നമില്ല എന്നല്ല. അതായത് ഇത് സംഭവം ശരിയാണ്, പക്ഷെ അതിനുള്ള സജ്ജീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞു. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, വെറുതെ ആളുകൾ അല്ല. വലിയ സ്ഥാപനമാകുമ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ട് ആളുകൾ പറയും എന്താണോ, വലിയൊരു സ്ഥാപനമാകുമ്പോൾ ഇവിടെ സർജറി കഴിഞ്ഞ ആളുകൾ, ഇൻഫെക്ഷൻ ആവുന്ന രോഗികൾ, അങ്ങനെയുള്ള അതിനാണ് ഈ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് പൊട്ടുന്ന ആരെങ്കിലും നേരത്തെ തീരുമാനിക്കൂലല്ലോ. ഇത് വെള്ളം മുടങ്ങും എന്ന് 2 ദിവസം മുമ്പ് അറിയിപ്പില്ല. പെട്ടെന്ന് പൊട്ടിയത് കൊണ്ടാണ് സംഭവം ഉണ്ടായത്. അല്ല, മുൻകൂട്ടി അധികൃതർ അറിയിച്ചത് 2 ദിവസം മുമ്പേ അറിയിപ്പ് കൊടുത്തിരുന്നതാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് തെറ്റാ. കാരണം പെട്ടെന്ന് സംഭവിച്ചതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതി ഗവൺമെന്റ് 3 ദിവസം ആയിക്കൊന്നുമില്ല. പെട്ടെന്ന് സംഭവിച്ചല്ലേ. പെട്ടെന്ന് സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. വെറുതെ നിങ്ങൾ വന്നിട്ട് കൊളാക്കണ്ട. ഇതൊക്കെ തമ്മിലോ രോഗികളുടെ ബുദ്ധിമുട്ട്, അതാണ് വേണ്ടത്. രോഗികളുടെ ബുദ്ധിമുട്ട്, ഇത് രോഗികളുടെ ബുദ്ധിമുട്ടാണ് സാറത് എല്ലാവർക്കും. ഈ വെള്ളം ഞാൻ 2 മാസം വന്നിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞോ വെള്ളം ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ അഡ്മിറ്റാ. ഇയാൾ അറിയുന്നത് ഇന്ന വെള്ളമില്ലാത്തത്. എന്റെ ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ICU രാവിലെ കുളിച്ച് പുറപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് ബാത്റൂം പോകാനാണ്ട് നിൽക്കുക. കാരണം വെച്ചാൽ എന്താ സൂക്കേട് വേറെ വരും അണുക്കൾ വന്നിട്ട്. ഇവര് വർത്താന്മാര് എന്ന് പൊട്ടിയത്, ഇന്നലെ പൊട്ടിയത്. ഇന്നലെ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട്. വലിയ രോഗികളെ ബുദ്ധിമുട്ടാക്കുന്ന പരിപാടിയത്. സുഖമില്ലാത്ത രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് രോഗികളാണ്, അവരുടെ കൂട്ടിയിരിപ്പുകാരാണ്, അവരുടെ പ്രയാസമാണ് പറയുന്നത്. പക്ഷെ ചില ആളുകൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷെ രോഗികൾ പറയുന്നത് അവരുടെ അനുഭവമാണ്. പല സ്ഥലങ്ങളിൽ ദുരിതത്തിലാണ്. അതിൽ ഉടനടി പരിഹാരം കാണണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.